വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അവസാനിക്കാതെ കോഴിക്കോട് ജില്ലയിലെ പ്രത്യാരോപണങ്ങൾ ഇന്നും സജീവം. പോളിംഗ് സമയക്രമത്തിലുണ്ടായ കാലതാമസം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നു. എന്നാൽ തോൽവി ഭയന്നുള്ള ആരോപണമെന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മറുപടി. ശക്തമായ മത്സരം നടന്ന ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കണ്ട ആവേശം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരുന്നില്ല. 2019 തിരഞ്ഞെടുപ്പിനേക്കാൾ ഗണ്യമായ കുറവാണ് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കണ്ടത്. EVM മെഷീനിലടക്കമുണ്ടായ സാങ്കേതിക തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും കനത്ത ചൂടും മൂലം തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നീളുകയും ഇത് പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണമായെന്നും വിലയിരുത്തുന്നു. ഇതേ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നത്. വടകരയിൽ വോട്ടെടുപ്പ് ബോധപൂർവം വൈകിപ്പിക്കാൻ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗൂഢാലോചന നടന്നെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവമായി പോളിംഗ് ഡിലേ ചെയ്യിച്ചു. ഇതൊരു വലിയ ഭരണതലത്തിൽ നടന്ന അട്ടിമറി ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങളുടെ ചോദ്യം, ഡിലേ ആണെങ്കിൽ എല്ലായിടത്തും വരണ്ടേ? എന്തേ ഒരിടത്തോളം ഡിലേ? ചിലയിടങ്ങളിൽ മെഷീൻ കേടാവും. മെഷീൻ കേടായി കഴിഞ്ഞാൽ ഡിലേ വരും, സ്വാഭാവികമാണ്. മെഷീനൊന്നും കേടുവരാതെ രാവിലെ 7 മണിക്ക് ഒരേപോലെ ആരംഭിച്ച പോളിംഗ് എങ്ങനെയാണ് UDFന് ആധിപത്യമുള്ള ബൂത്തുകൾ മാത്രം ഡിലേ ആയത്? അവിടെ മഷി പുരട്ടാൻ, നമ്പർ കൊടുക്കാൻ, ആളെ വിളിക്കാനൊക്കെ ബൂത്തുകളിൽ ബോധപൂർവമായ ഡിലേ ഉണ്ടാക്കി. ആ ഡിലേ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. അത്തരമൊരു സമീപനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്താൻ ഭരണതലത്തിൽ ഇടപെടൽ നടന്നു തന്നെയാണ് ഞങ്ങൾ ശക്തമായി സംശയിക്കുന്നതും. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ എന്നായിരുന്നു CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രതികരണം. UDF വോട്ടർമാർക്കിടയിലെ നിസ്സംഗതയാണ് UDF അനുകൂല കേന്ദ്രങ്ങളിൽ വോട്ട് കുറയാൻ കാരണമെന്നും പി മോഹനൻ വിമർശിച്ചു. ആദ്യം മുതലേ അതിനെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നത്, സത്യസന്ധമായി ആത്മാർത്ഥമായി എതിർക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അപ്പോൾ കോൺഗ്രസ് അതിൽ നിസ്സംഗത പുലർത്തുന്നു, ആ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സിലുള്ള വിശ്വാസ്യത തകർന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്ന് നിന്ന മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലടക്കം കോൺഗ്രസിനെ സംബന്ധിച്ച വിശ്വാസ്യത കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച വിശ്വാസ്യത മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, മതനിരപേക്ഷ മനസ്സുള്ളവർക്കിടയിൽ വലിയ തോതിലൊഴിഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് പേര് ഈ UDFൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടർമാർ, കുറച്ച് പേര് കോൺഗ്രസിൽ വിശ്വാസത പോകാതിരുന്നുണ്ട്. കുറേ പേര് ഞങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് തിരഞ്ഞെടുപ്പിന്റെ വേഗത കുറച്ചെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശും കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുമുണ്ടായത് തെരഞ്ഞെടുപ്പ് വൈകാനിടയായിട്ടുള്ള ഒരു കാരണമാണ്. എന്നാൽ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് പ്രതികൂലമായി ബാധിക്കില്ലെന്ന കണക്കൂട്ടലുകളിലാണ് 3 മുന്നണികളും. മരണപ്പെട്ട വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാത്തതും ഇരട്ട വോട്ടുമാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണമെന്നും വിലയിരുത്തുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.